guys, welcome back to my YouTube channel Friday Nights Vlog. അവിടെ പോവാണ് ഗൈസ്, നയാഗ്ര. സോ നമ്മൾ സ്റ്റാളി ചേച്ചിയുടെയും ജുബിന ചേച്ചിയുടെയും കൂടെയാണ് നയാഗ്ര പോകുന്നത്. പിന്നെ ഈ കാണുന്ന സീൻ അസാഫിൻ്റെ കാർ സീറ്റ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. 3 പേര് അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു ഗൈസ്. ഫുൾ വ്യൂ ആയിരുന്നു. പോകുന്ന വഴി ലെഫ്റ്റ് റൈറ്റ് മുകളിൽ മൊത്തത്തിൽ വ്യൂ ആയിരുന്നു. എനിക്ക് അസാഫിന് മുകളിലത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നോക്കി എന്നാ രസം നോക്കി, ഫ്രണ്ടിലോട്ട് കാണാൻ ഫുൾ റോഡ് നീണ്ട് നിവർന്ന് അപ്പുറം സിറ്റിയൊക്കെ കാണാം. ഇതെൻ്റെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു മാജിക്കൽ വ്യൂ ആണ് മാൻ. സ്വർഗത്തിൽ പോകുന്ന ഈ സൈഡിലോട്ട് ഇതുണ്ട്, സ്ക്രീനിൽ നോക്കിയാൽ എന്നാ വ്യൂ. അതാണ്ട് വേറൊരു ടീം ട്രിപ്പ് പോകുന്നതാണ് ആ വണ്ടിയിൽ. ഒരു 4 സൈക്കിളും 2 കയാക്കും കൊണ്ട് 2 കുട്ടി ബോട്ടും കൊണ്ടൊക്കെയാണ് പോകുന്നത്. ഫുൾ ചില്ലായിരിക്കും. സോ അതാണ്ട് USA മറ്റേ റോഡ് സൈഡ് വരെ കാണിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ നയാഗ്രയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പോയി 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 ഇപ്പം എത്തും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഈ സ്ഥലം കാണാനായിട്ട്. ആക്ച്വലി കാനഡയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം ബ്യൂട്ടിഫുൾ തന്നെയാണ്. പക്ഷേ ഇതാണ്ട് അതാണ് കേട്ടോ നയാഗ്ര. ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഇതുകൊണ്ട് ഇതാണ് നയാഗ്ര. ഇത് US സൈഡിലെ നയാഗ്രയാണ്, നമ്മുടെ സൈഡിലെ കാണിച്ചു തരാം കേട്ടോ. ഐ എം ടു സോറി ഗൈസ്, എൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് എന്തോ കുഴപ്പം പറ്റി കേട്ടോ. ഓക്കെ, സോ അതാണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാണ് നമ്മുടെ കാനഡയുടെ സൈഡിലെ നയാഗ്ര. താഴെ കണ്ടോ കുറേ പേര് റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, അത് കാനഡയിൽ നിന്നുള്ളവരാണ്. പിന്നെ അവിടെ കണ്ടില്ലേ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ബോട്ടിൽ, അത് US വരുന്നവരാണ്. നമുക്കിന്ന് സൂം ചെയ്ത് നോക്കാം. ഇനി ദൂരേന്ന് സൂം ചെയ്ത് നോക്കാൻ നല്ല രസം അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. ഓക്കെ, സോ കാനഡയിൽ നിന്നുള്ളവരെല്ലാം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ US ക്രൂസ് എടുത്ത് തുടങ്ങി. ആൻഡ് ഇതുപോലെ നമ്മൾ പോകും കേട്ടോ. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളും കയറും. അതിൻ്റെ അങ്ങേ അറ്റം വരെ, ആ വാട്ടർഫോളിൻ്റെ അടി വരെ കൊണ്ടുപോകും. മേളിൽ ഒരു 4 പേര് നിരന്നിട്ടുണ്ട് സിപ്പ് ലൈൻ വീഴാനായിട്ട്. What a beautiful thing. എന്ത് രസമാണ് കാണാൻ. നോക്കിക്കോണേ, അടുത്ത സീൻ നോക്കിക്കോണേ. നയാഗ്രയുടെ മേൽ കൂടെ പോകുന്ന പോലെ ഇല്ലേ, എന്ത് രസമാണെന്ന് അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതിൽ കയറിയില്ല, പക്ഷെ അത് വാച്ച് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെ ഫൈനലി സ്കൂളിൽ പഠിച്ച് ക്ഷീണിച്ച നയാഗ്രയിലെത്തി. അത് നേരിട്ട് കാണാൻ പറ്റി. സോ ഇത് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്. സോ അതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഏതാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോവാ. പോട്ടല്ലേ, ഇഷ്ടമാണോ? അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഏറ്റവും താഴെ ചെല്ലണമല്ലോ. സോ കുറച്ച് നടക്കാനുണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റേ പ്രധാന ഗുണ്ടയൊക്കെ കാണാൻ പോകുന്ന പോലെ കുടിസ് വഴി കൂടെ ഒക്കെ ചെല്ലണം. സോ നമ്മൾ നടന്ന് ഫൈനലി അതിനോടടുത്തു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണേൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് മേളിലേക്ക് സിപ്പ് ലൈനിലേക്ക് പോകാനുള്ളവർ കയറി പോകുന്നതിൻ്റെ കേട്ടോ ആ കണ്ടത്. അങ്ങനെ നമ്മളെ അണിയിക്കാനായിട്ട് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് കിട്ടി. പ്ലാസ്റ്റിക് ഡ്രസ്സാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നല്ലോണം വെള്ളം എരിച്ചിലടിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കരയ്ക്ക് നിന്നാലും എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് എരിച്ചിലടിക്കുന്നുണ്ട്. അത്രയും ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത്. സോ ഇത് ഇട്ട് കഴിയുമ്പോൾ കുറേയൊക്കെ പ്രൊട്ടക്റ്റഡ് ആവും. പിന്നെ എങ്കിൽ പോലും കാലിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് വെള്ളം വീഴും കേട്ടോ, കാലിൻ്റെ അവിടെ. പിന്നെ ഈ തൊപ്പിയിൽ ഫുൾ നേരം പൊതിഞ്ഞിരിക്കുന്നില്ലല്ലോ, അപ്പം തലയിലൊക്കെ കുറച്ചൊക്കെ വീഴും കേട്ടോ. സോ ഫൈനലി നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. ഓ മൈ ഗോഡ്, ഐ എം എക്സൈറ്റഡ്. ഈ ലെഫ്റ്റ് സൈഡിൽ വെള്ളത്തിൽ എന്തൊക്കെയോ കിടക്കുന്നുണ്ടല്ലേ, അത് ഞാൻ ആക്ച്വലി വിചാരിച്ച ബോട്ടിൽ നിന്ന് വരുന്ന എന്തോ ആണെന്നാണ്. പക്ഷെ അല്ല കേട്ടോ. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ നമുക്ക് വേണേൽ താഴത്തെ മെയിൻ ഡെക്കിൽ നിൽക്കാൻ, മുകളിലും പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര പുറപ്പെട്ടു തുടങ്ങി. അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം തന്നെ എരിച്ചിൽ ഇവിടെ നിന്നൊക്കെയോ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അച്ഛ കണ്ടോ, അസാഫിൻ്റെ നീളത്തിൽ എന്ത് വ്യൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വ്യൂ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ.
ഓൾറെഡി എരിച്ചിലരിക്കുന്നുണ്ട്. റെയിൻബോ പോലെ കിട്ടുന്നത് റെയിൻബോ. കാണിച്ച റെയിൻബോ. ഹായ്, ദാണ്ട് USA ആളുകൾ കയറുന്നു. അപ്പുറം USA ആണ്, അക്കരെ ഇക്കരെ നിന്നാലും ഇങ്ങനെ. ഓക്കെ. സോ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങോറ്റത്ത് കാണുന്ന വെള്ളം കണ്ടു അവിടെ ചെല്ലുക എന്നുള്ളതാണ്. ഇത് ഈ വാട്ടർഫോൾ ഏറ്റവും താഴത്തെ ഒരു വ്യൂ ആട്ടോ. നല്ല രസമല്ലേ കാണാൻ. കാറ്റിന്റെ ശക്തി കൂടി. നല്ല കാറ്റാണ്. വലിയ വാട്ടർഫോൾ കണ്ടോ? റെയിൻബോ കണ്ടോ സാഫേ? അതുകൊണ്ട് താഴെയും കുറെ ആൾക്കാർ നിരന്ന് നിൽക്കുന്നു. ബേസിക്കലി നല്ല ഫീലിംഗ് ആട്ടോ ഈ കാറ്റിൻ്റെയും മഴ പോലെ വെള്ളം വീഴുന്നതിൻ്റെ അടിയിൽ നിൽക്കാൻ. ഇത് നല്ലൊരു വ്യൂ അല്ലേ. ഞാൻ അച്ഛയുടെയും അവൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ വ്യൂവിൻ്റെ അടിയിൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ടോ നയാഗ്ര എന്താണെന്നറിയാതെ കുറേ പക്ഷികൾ പറന്നു നടക്കുന്നു ഇത്രയും ചാട്ടത്തിൻ്റെ ഇടയിൽ. കണ്ടില്ലേ പോകുന്നത്? സോ നമ്മൾ അങ്ങനെ കാനഡയുടെ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇതിന്റെ ഒരു ഷേപ്പ് കാരണം നമ്മളിങ്ങനെ വാട്ടർഫോൾ പൊതിഞ്ഞ് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് തോന്നും. Niagara top, the top of Niagara. ഗൈസ്, ഇവിടെ നിന്ന് കഴിയുമ്പോൾ മൊത്തത്തിലൊരു മാജിക്കൽ ഫീലാണ്. കാറ്റും വെള്ളവും എരിച്ചിലും നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. സോ ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞെന്നൊക്കെ പറയുന്ന പോലെ കാറ്റും അടങ്ങി കടലും ശാന്തമായി എല്ലാവരും കുറേ നനഞ്ഞ് കോഴികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അസഫ് അപ്പത്തേന് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി കേട്ടോ. ദേഹത്തെല്ലാം നമ്മുടെ കാലിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് വെള്ളം വീഴും. സോ വെള്ളമായി അടിച്ചപ്പോഴത്തേന് അവന് കുറച്ച് ഇറിറ്റേഷനൊക്കെ ആയി തുടങ്ങി. എങ്ങനെയും ഈ സാധനം നൂരി മാറ്റിയാൽ മതി എന്നുള്ള ഫീലിൽ എത്തിയിട്ടുണ്ട്. ജനിമം പ്രേതത്തെ പോയിരിക്കുന്നത്. സോ അങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേനും അതിൻ്റെ മേളിലെ ഡ്രസ്സും പ്ലാസ്റ്റിക് ഗൗണൊക്കെ ഊരി മാറ്റി. അവിടെ ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട്, എങ്കിലും ഓവറോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. എനിവേ സംഭവം സൂപ്പർ കൂൾ പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നത് വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന നുരയും പാതയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ആൽഗെ ഇലകളും അങ്ങനെ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ മുകളിൽ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. നടന്ന് പോയാൽ US എത്താട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? ജനിമോനെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്സ്. അല്ല അതെന്താ സാധനം? അത് $3 ഇതാണ്. $3 വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നല്ലതായിട്ട് ക്ലോസ് ആയിട്ട് കാണാം. അവിടെ ബൈനോക്കുലർ പോകുന്നുണ്ട്. ശരിയാണ്. നമുക്ക് നോക്കാം അതിനകത്തൂടെ. കുറേ തവണ റെയിൻബോ ഉണ്ട്. സോ ഗൈസ്, ഇനി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നയഗ്രയുടെ താഴെ നമ്മൾ ചെന്നല്ലോ, ഇനി അതിൻ്റെ ടോപ്പിലേക്കാണ് പോകുന്നത്. അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്ന ആ ഭാഗത്ത് കേട്ടോ. എന്തിയേ എൻ്റെ കൂട്ടത്തിലുള്ള എന്തിയേ ആണ്. ഇത് ബേസിക്കലി ഒരു ഹോഴ്സ് ഷൂ ഷേപ്പ് എന്ന് പറയും, എങ്കിലും ഞാൻ അതിനെ എന്ന് പറയും. ഈ റായിൻ്റെ നടുക്കാണ് നമ്മൾ ചെല്ലുന്നത്. കണ്ടോ, ഇതുപോലാണ് നമ്മൾ നേരത്തെ പോയത്. ഗൈസ്, ഇത്രയും ദൂരം നിന്നിട്ട് ഒരു മഴ പെയ്യുന്ന പോലെ ഉണ്ടോ, അതിൻ്റെ എരിച്ചിലടിക്കുന്നതാണ് കേട്ടോ അത്. ഹായ് ഇണക്കിളികൾ സ്പോട്ട് 8. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 1918 തകർന്നു പോയ ഒരു ഡംപിങ് സ്കൗവിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഡംപിങ് സ്കൗ എന്ന് വെച്ചാൽ വേസ്റ്റ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോട്ട് പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ അടുത്തായിട്ടാണ് വർഷങ്ങളായിട്ട് അത് തടഞ്ഞു നിൽക്കുന്നത്. ലക്കിലി അത് ഇതുവരെ താഴെ പോയിട്ടില്ല. ആരുടെയോ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ അടയാളം കണ്ടെത്തി ഗൈസ്. അച്ഛേ
രാരീരാരും പാടി ഉറക്കാൻ. അപ്പോൾ വിശപ്പിൻ്റെ വെളി വന്നപ്പോൾ പതുക്കെ നയഗ്ര സിറ്റിയിലേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. Yeah, like if you're kids, right? You don't want to go to every single one. No. Should we check out arcade house? സംഭവം ഫുൾ ലൈറ്റിംഗ് ആട്ടോ. ലൈറ്റിംഗ് എല്ലാം കണ്ട് കിടക്കുമ്പോഴാണ് അത് ഈ ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചത്. മൊത്തത്തിലൊരു ബിൽഡിംഗ് മറിഞ്ഞു പോയി കിടക്കുന്ന രീതിയിൽ ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് പൊളിച്ചു. സോ നമ്മളങ്ങനെ കഴിക്കാനെത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വാട്ടർഫോൾസിൻ്റെ അവിടെ പോകണം. ബിക്കോസ് അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. വെടിക്കെട്ടും ലൈറ്റൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലും ലൈറ്റൊക്കെ കത്തിച്ച് വാട്ടർഫോൾസിനെ നല്ല സുന്ദരന്മാരായിട്ട് വെച്ചിട്ടുണ്ട്. പടപടപടപടാന്ന് പടക്കമെല്ലാം പൊട്ടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറേ ലൈറ്റൊക്കെ മാറി മാറിയിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ ഡൈനോസർ വേൾഡിലെത്തി ഗൈസ്. ഈ ഡൈനോസേഴ്സ് കുട്ടികളുടെ നടുക്കൂടാണ് ഈ ജയൻ്റ് വീല് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ലൈറ്റാണ് കേട്ടോ. ഫുൾ ലൈറ്റിൻ്റെ പരിപാടിയാണ് ഇവിടെ. സാധാരണ എവിടെ ചെന്നാലും കാനഡയിൽ ഒരു 8-9 മണിയാകുമ്പോഴത്തേനും ഫുൾ ക്ലോസ് ആവുമല്ലോ. ഇവിടെ ഫുൾ ഇത് 12 മണിക്ക് നടക്കുന്നതാണ് ഈ റേസിങ് കാറൊക്കെ. ഫുൾ ഓണാണ്. നമ്മൾ ഇത് അടുത്ത തവണ നൈഗ്ര വരുമ്പോഴത്തേന് ടാർഗറ്റായിട്ട് വെച്ചിരിക്കുക കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പലരല്ലേ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. സോ അവർ കണ്ടോ അതിനെ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ കൂടെ ഒരു സ്റ്റെറിലൈസിങ് പ്രോസസ്സിൽ കൂടെ കയറ്റി വിടുവാണ്. ദാറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. നോക്ക് എങ്ങനെ കിടക്കുന്ന കാനഡയാണ്. അയ്യോ ഇനി ഒരു ദിവസം ഈ സിറ്റി കറങ്ങാനായിട്ട് തന്നെ വേറൊരു ദിവസം വരേണ്ടി വരും. നൈഗ്രയിലെ സിറ്റിയിൽ മൊത്തത്തിലൊന്ന് ഫോക്കസ് ചെയ്യാൻ. വെറുതെ ഞാനൊരു തീ പാർന്ന സാധനം കൂടെ കാണിച്ചിട്ട് വിടാം. തീ തുപ്പുന്നത് കണ്ടിട്ടുണ്ടോ? എൻ്റെ അമ്മ പുക പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. എല്ലാവരും ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കുക.